നെൽസൺ ബോഡി വാഷ് ഇവരില്ല കേട്ടോ, ഇത് ഇവര് ശരിയാവത്തില്ല. ബോയ്സ് കമന്റ് അപ്പൊ നമ്മള് ബോയിയെ പിടിച്ചെടുത്ത് ഷേപ്പിക്കുന്നതായിരിക്കും. പാന്റീസ് വേണം, പിന്നെ വേണമെങ്കിൽ ഷോർട്സ് ഒക്കെ കൊണ്ടുവരാം. എന്ന് വെച്ചാൽ കൃഷ്ണ ഇടത്തില്ലല്ലോ. നൈറ്റ് വിയർ കണ്ണാപ്പികളെല്ലാം പച്ചപ്പിള്ളേരൊക്കെ വെരി മച്ച് ഇമ്പോർട്ടന്റ്. അപ്പം നമുക്ക് ആ ലവർ ഉള്ളവർക്ക് കൃഷ്ണയ്ക്ക് ലവറുണ്ട്, കൃഷ്ണ ഇനിയും എല്ലാം കൂടെ ഞങ്ങൾ അതിൽ വെച്ച് എല്ലാ സാധനങ്ങളും ഒന്നും കഴിക്കാം. കാരണം ഞങ്ങളുടെ പലരുടെ അലപ്പിന്റെ ഇടയ്ക്ക് പലതും നിങ്ങൾ കേട്ടോന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം വാങ്ങിച്ചു തരാം. ഡ്രസ്, കണ്ണാടി, ടേജീപ്പ്, സേഫ്റ്റി, പിന്നെ തലത്തേക്ക് നിലമിണ്ടായി തലത്തേക്ക് നണ്ട. അത് മതി ഗൈസ്. ഞങ്ങളുടെ ഇൻട്രോ എങ്ങനെ ഉണ്ടാകുന്ന ആദ്യമേ തന്നെ നിങ്ങൾ കമന്റ് ഇട്ടിട്ടാണ്. ബാക്കി ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. Yet another episode of Marilyn Nelson. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ, നിങ്ങൾക്ക് വീഡിയോ കാണുന്നത് വീഡിയോ ഗസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ് ഞാൻ തമ്മിലും നമ്മൾ ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ടാണ്. അതെ, ഈ ബുക്ക് ഓർമ്മയുണ്ടോ? ഈ ബുക്ക് അറിയാവുന്ന ഒരാളുണ്ട്, അത് കമന്റ് ചെയ്യും കേട്ടോ. അതൊന്നും പറയാൻ അല്ല, എന്റെ അമ്മൂമ്മയോട് വായി നമ്മൾ ഇന്നത്തെ വീഡിയോ ഹോസ്റ്റൽ എസെൻഷ്യൽ. ഹോസ്റ്റലിൽ വരുന്നതിന് മുൻപ് നിങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇവള് ഒന്നുമില്ലാണ്ടേ കൊണ്ട് വന്നിരുന്നത്. അത് ശുണ്ണി മാങ്ങ. ഓക്കെ, അപ്പൊ നമ്മുടെ ഉണ്ണി വന്നിരുന്നിട്ട് നമ്മൾ ഇനി വീഡിയോ തുടങ്ങുന്നുള്ളൂ. ഗൈസ്, നമ്മളെ ഹോസ്റ്റലില് ഞങ്ങൾ വരുമ്പോ എന്തൊക്കെ കൊണ്ടുവരണം നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ട്സ് കാണും. നിങ്ങളുടെ എല്ലാം ഞങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെ വീഡിയോ ഒന്നും കണ്ടുവരാൻ പറ്റിയിട്ടില്ല. കൃഷ്ണേനെങ്കും അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒത്തിരി പേർക്ക് ഡൗട്ട്സ് ഉണ്ട്. പിന്നെ ഒത്തിരി പേരൊന്നും കമന്റ് ചെയ്തില്ല, ഒരു രണ്ടുപേരും കണ്ട് കമന്റ് ചെയ്ത. ഇനി പറയാൻ പറ്റത്തില്ല ഗൈസ്. ഹോസ്റ്റൽ വരുമ്പോ എന്തൊക്കെയാ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതെ, ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പുറകെ ഇരുന്നുകൊണ്ട് വേറെ ലൈക്കൂട്ടായിട്ട് കൂടുക കേട്ടോ. ഓക്കെ ഗൈസ്, നിങ്ങൾ മെയിൻ ആയിട്ട് കൊണ്ടുവരേണ്ട സാധനം പറ. ഞാൻ മാത്രം ഇപ്പൊ സംസാരിക്കുന്നുള്ളൂ. തുണി, ഇടാനുള്ള തുണി കൊണ്ടുവരണം. വീട്ടിലിടുന്ന തുണി കൊണ്ടുവരണം, കോളേജിലിടുന്ന തുണി കൊണ്ടുവരണം. നിങ്ങളുടെ കോളേജ് പോലെ ഇപ്പൊ യൂണിഫോം ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ. ഞങ്ങൾക്ക് യൂണിഫോം ഇല്ല, അപ്പൊ ഞങ്ങൾക്ക് അല്ലാതെ കോളേജ് ഡ്രസ് അല്ലാതെ വേണം. പിന്നെ നൈറ്റ് ഡ്രസ് അറിയാലോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ആദ്യം. ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ട്, ഡ്യൂട്ടിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ കോളേജിൽ ചുരിദാറും പുറത്ത് ഏപ്രോണും ഇട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ കോളേജ് ഒത്തിരി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചുരിദാറും ലെഗിൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കേറിയ ലെഗിൻസില്ല, ബാംഗിൾ ലെങ്ത് ഇടരുത് കേട്ടല്ലോ. ഇവിടെ ആംഗിൾ പക്ഷെ ഞങ്ങൾ ഇടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആംഗിൾ ലെങ്ത് കൊണ്ടുവന്നു, കുഴപ്പമില്ല. പിന്നെ നൈറ്റ് ഡ്രസ്സ്, വീട്ടിൽ ഡ്രസ്സ്, ഷോള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഷോളോ സ്റ്റോളോ കൊണ്ടുവരിക എന്നുള്ളത്. കാരണം നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്, നമുക്ക് ജീൻസും ടോപ്പ് ഇട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളിപ്പോ ഷോള് കുത്തി ഗൈസ്. അപ്പൊ ഇതിപ്പോ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. അതെ, പിന്നെ വേണ്ടത് ഇന്നർ വിയർ. നിങ്ങൾക്ക് ബോയ്സ് ആണെങ്കിൽ ബോയ്സിന് വേണ്ടി ഇന്റർവ്യൂ, നമ്മളിപ്പോ ഗേൾസിന് വേണ്ടിയുള്ള വീഡിയോ കേട്ടോ. ബോയ്സിന് വേണ്ടി വീഡിയോ വേണമെങ്കിൽ ബോയ്സ് കമന്റ് ചെയ്യും. അപ്പൊ നമ്മൾ ബോയിയെ പിടിച്ചെടുത്ത് ഷേപ്പിക്കുന്നതായിരിക്കും. ഇത് ഗേൾസിന് വേണ്ടിയുള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്റർവ്യൂസ് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. എന്തൊക്കെയാ ഞാൻ പറയേണ്ട കാര്യമുണ്ട്. വേണമെങ്കിൽ പറയാം. ഷിമ്മി വേണം, ബ്ലേസർ വേണം, ഷിമ്മി വേണമെങ്കിൽ പാന്റീസ് വേണം, പിന്നെ വേണമെങ്കിൽ ഷോർട്സ് ഒക്കെ കൊണ്ടുവരാം. എന്ന് വെച്ചാൽ കൃഷ്ണ ഇടത്തില്ലല്ലോ. ഷോർട്സും വേണം, അതാണ് ഡ്രസ്സുമായിട്ട്. പിന്നെ സ്റ്റോൾ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മറക്കരുത്. പിന്നെ വേണ്ടത് ചെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിടാൻ പറ്റുന്ന ഒരു ചെരുപ്പ് അല്ല, എന്നെ പുറത്തിന് ചെരുപ്പിയെ പുറത്തിടാൻ പറ്റുന്ന ഒരു ചെരുപ്പ്. പിന്നെ അകത്തിനത് ഇതുപോലത്തെ സ്ലിപ്പേഴ്സ്, ചെരുപ്പെങ്കിലും മിനിമം. പിന്നെ നിങ്ങൾ ഹൈ ഹീൽസ് ഒക്കെ ഉള്ള ചെരുപ്പ് കൊണ്ടുവരാം. കോളേജ് ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൈസ് നിർബന്ധമാണ്. നിർത്തില്ല, നിർബന്ധം ഉണ്ടെങ്കിൽ വൈറ്റ് ഷൂസ് ആണ് നിങ്ങൾ അപ്പം മേടിച്ചാൽ മതി.
അതെ, നിങ്ങൾ എന്തായാലും ഹോസ്റ്റലിൽ ഇടുന്ന ഒരു ചെരുപ്പ് നിർബന്ധമായിട്ട് കൊണ്ടുവരും. നമ്മളെ ഹോസ്റ്റലിൽ അകത്തുള്ള ചെരുപ്പാണ് എടുത്തത്. പിന്നെ പുറത്തു വന്ന ചെരുപ്പ്, പിന്നെ എന്തെങ്കിലും ഹീൽ ചെരുപ്പൊക്കെ ഫംഗ്ഷൻസിലൊക്കെ ഇടാൻ പറ്റിയ ചെരുപ്പുകൾ. ഓക്കെ, എന്തായാലും നിങ്ങൾ വരുമ്പോഴത്തേനും ഫ്രഷേഴ്സ് പ്രോഗ്രാം കാണും. പിന്നെ വേണ്ടത് പേസ്റ്റ് ബ്രഷ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടങ് ക്ലീനർ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ടങ് ക്ലീനർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ചിലർ യൂസ് ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ഞാൻ ഇവിടെ ഇത്ര നേരം പറഞ്ഞത് എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നൈറ്റ് വിയർ, വീട്ടിലിടുന്ന തുണി, വീട്ടിലിടുന്ന തുണി, കോളേജിൽ ഇടുന്ന തുണി, നാട്ടിൽ ഇടുന്ന തുണി. പിന്നെ വേണ്ടത് ഇന്നർ വിയേഴ്സ്. പിന്നെ വേണ്ടത് വീട്ടിലിടുന്ന ചെരുപ്പ്, പുറത്തിടുന്ന ചെരുപ്പ്, കോളേജിൽ ഇടാൻ ചെരുപ്പ്, ഫംഗ്ഷൻസിൽ ഇടാനുള്ള ചെരുപ്പ്. പിന്നെ വേണ്ടത് പേസ്റ്റ്, ബ്രഷ്, ടങ് ക്ലീനർ. ഇനി നമ്മൾ കുളിക്കുന്ന കുറച്ച് സാധനങ്ങൾ പറയാം. സോപ്പ്, ബോഡി വാഷ്, ലൂഫ, ബക്കറ്റ്, കപ്പും ബക്കറ്റും ഒക്കെ അവിടെ വന്നിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ സോപ്പ് പൊടി ആയിരിക്കും കൂടുതലൂടെ നല്ലത്. പിന്നെ കംഫർട്ട്, കോട്ടൊക്കെ അലക്കുമ്പോൾ കംഫർട്ട്, ഡെറ്റോൾ. ഡ്യൂട്ടി ഡ്യൂട്ടി വരുമ്പോൾ നമ്മുടെ ഡ്രസ്സ് അലക്കാലോ. അപ്പൊ ഡെറ്റോൾ കൊണ്ട് വന്നു വൃത്തിയുള്ള പിള്ളേർ ഡെറ്റോൾ. പിന്നെ കംഫർട്ട്, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, പാത്രം കഴുകണമൊക്കെ ഉണ്ടെങ്കിൽ ഹാൻഡ് വാഷ് ഇമ്പോർട്ടന്റ് ആട്ടോ. ഹാൻഡ് വാഷ് ഭയങ്കര ഇമ്പോർട്ടന്റ്. കാരണം എന്താ വെച്ചാൽ നമ്മള് നഴ്സിംഗ് ആണ്. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പോകുന്നു, കൈ കഴുകുന്നു. ഞങ്ങളൊക്കെ കൈ കഴുകാറുണ്ട്. പിന്നെ വേണ്ടത് ഹാങ്ങർ, ഹോൾഡർ, ഡ്രസ് ഹാങ്ങർ, പിന്നെ തുണി കുത്തുന്ന, പിന്നെ ക്ലിപ്പർ. അത് ആവശ്യമായിട്ടുള്ള സാധനമാണ്. പിന്നെ ഉജാല വേണമെങ്കിൽ കൊണ്ടുവരാം. നിങ്ങൾ കോട്ട് ഇങ്ങനെ ഭയങ്കര മഞ്ഞ കളറാകുമ്പോഴത്തേക്കിനും കുറച്ച് ഉജാല മുക്കി ഇട്ട വൃത്തിയായിരിക്കും. പിന്നെ വേണ്ടത് വി വാഷ്. അത്യാവശ്യം ഗേൾസിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഗേൾസിന്റെ ആണല്ലോ, ഞാൻ പറഞ്ഞു ബോയ്സിനാണെങ്കിൽ കമന്റ് ചെയ്താൽ മതി. വി വാഷ് ആവശ്യമാണ് കേട്ടോ. പിന്നെ അടുത്ത് ബഡ്സ്. അടുത്തത് നെയിൽ കട്ടർ, തോർത്ത്, ടർക്കി. തോർത്തും ടർക്കി നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. തോർത്തും ടർക്കിയിലൊക്കെ കാര്യമല്ലോ. തുണി ഉരയ്ക്കുന്ന ആ ബ്രഷും കൂടെ കൊണ്ടുവന്നാൽ ഭയങ്കര നല്ലതായിരിക്കും. ഓക്കെ ഗൈസ്, ഇനി നിങ്ങൾ സെൽഫ് കെയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പറ്റുക. അതാര് പറയും? ഷിജി പറയത്തില്ലേ? ഇത് പറ. ഓക്കെ, അടുത്ത നമുക്ക് സെൽഫ് കെയർ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരണം ഗൈസ്. അതിൽ ഫസ്റ്റ് വൺ ബോഡി വാഷ്. ബോഡി ലോഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. നിങ്ങൾ പുറത്ത് ഇവിടെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് എപ്പോഴും പെട്ടെന്ന് ബോഡി ഡ്രൈ ആവും. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ബോഡി ലോഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ലിപ് ബാം. വെരി ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ലിപ് ബാമും ബോഡി ലോഷനും ഒന്നുമില്ലെങ്കിലും ഇവിടെ ഭയങ്കര കാറ്റാണ്, നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പൊ അത് വേണം. പിന്നെ സ്കിൻ കെയറിന്റെ ഐറ്റംസ് ഒക്കെ അത് നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത്? എന്തായാലും പൊടികളൊക്കെ കാണുമല്ലോ, like multanity, orange peel powder, green clay, turmeric powder, beetroot powder, green clay, French clay എന്ന് വെച്ചാല് അതൊക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഓർണമെന്റ്സ് ഒക്കെ. നമുക്ക് ഇവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാല് ഓർണമെന്റ്സ് ഒക്കെ ഇടണല്ലോ. പിന്നെ കുഞ്ഞു സ്റ്റഡുകൾ യൂസ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം നോക്കുക. പറ്റില്ല, അതാ പറഞ്ഞ സ്റ്റഡ് കൂടുതൽ മേടിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. ജിംക അങ്ങനത്തെ നമ്മുടെ ഗേൾസിന്റെ ഐറ്റംസ് ഒക്കെ കുറച്ച് കൊണ്ടുവരാം. പിന്നെ അടുത്തത് മിററിന് ഇവിടെ അടിയാണ് ഗൈസ്. എല്ലാവർക്കും ഓരോ മിറർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പൊട്ടിയ മിറർ വരെ ഞങ്ങൾ നോക്കും ഗൈസ്, അത്ര ഇമ്പോർട്ടന്റ് ആണ് മിറർ. പക്ഷെ പൊട്ടിയ മിററെ നോക്കരുതെന്നാണ്, പക്ഷെ ഞങ്ങൾ നോക്കും. അങ്ങനെ. പിന്നെ അടുത്തത് പെയിൻ ചീപ്പ് ഗൈസ്. മുടി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ വേണ്ട സാധനമാണ് പെയിൻ ചീപ്പ്. ഇപ്പൊ നിങ്ങളുടെ ഇവിടെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, എല്ലാരും ഒരുമിച്ചാണല്ലോ. അപ്പൊ ഒരാളെ തലയിൽ പെയിൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ തല പെയിൻ ഇല്ലെങ്കിൽ കൂടെ പെയിൻ വരും, പേടിക്കണ്ട. അതെ, ഇവിടെ പെയിൻ വരുന്നത് ഷിജുവാളാ ഗൈസ്. എന്റെ തല പെയിൻ ഇല്ലായിരുന്നു. എന്റെ തല പെയിൻ വരുന്നത് ഷിജുവാളാണ്. മറ്റുള്ളവർക്ക് അങ്ങനെ പേരൊക്കെ. പിന്നെ നെക്സ്റ്റ് വൺ സേഫ്റ്റി പിൻ. സേഫ്റ്റി പിൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എല്ലാത്തിനും സേഫ്റ്റി പിൻ വേണം നമുക്ക്. ഇപ്പൊ ഇൻ കേസ് നമ്മൾ സാരി ഉടുക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്താലും അല്ലെങ്കിൽ തന്നെ സേഫ്റ്റി പിൻ വേണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് ഓയില്, എണ്ണ വേണം നമുക്ക്. നമ്മള് എണ്ണ തേച്ച് കുളിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. തല തേക്കുന്ന എണ്ണയുടെ കാര്യമാണ്. അതാണ് എന്റെ മുട്ടിയുടെ രഹസ്യം.
അടുത്തത് ചീപ്പും പല്ലകുന്ന ചീപ്പും പല്ലടുത്ത ചീപ്പും കൊണ്ടുവരണം കേട്ടോ. പല്ലകുന്ന ചീപ്പും പല്ലടുത്ത ചീപ്പും അല്ല പല്ലകുന്ന ചീപ്പും പല്ലടുത്ത ചീപ്പും കൊണ്ടുവരണം കേട്ടോ. പിന്നെ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നെറ്റ് കൊണ്ടുവരണം. തലയിൽ നെറ്റ്, യൂപ്പിന്, പിന്നെ ഷൂസ് ഒക്കെ ഓക്കെ. ഇനി നമ്മള് ഭയങ്കര സീരിയസ് ആവണം, കാരണം നമ്മള് പഠിക്കാൻ പോവാണ് ഗൈസ്. പഠിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ബുക്ക് വേണം, പേന ബുക്ക്. ഉണ്ണി പറഞ്ഞ് പഠിക്കാനുള്ള കാണുന്നില്ല കളർ പേനൊക്കെ എടുക്കുമ്പം ഒരുവിധം എല്ലാ കളറും കൊണ്ടുവരും കേട്ടോ. നമുക്ക് അല്ല സീരിയസ്ലി പറയാം, ഒരുപാട് എഴുതാനുണ്ട്. ബോർഡർ വരയ്ക്കാനുണ്ട്, സ്കെച്ച്, മാർക്കർ ഇമ്പോർട്ടന്റ്, പേന ഇമ്പോർട്ടന്റ്, സ്റ്റെൻസില് എല്ലാ സൈസും കൊണ്ടുവരാം. ചില ഞങ്ങളുടെ ഒക്കെ കോളേജിൽ പല രീതിയിലാണ് പല അസൈൻമെന്റ്സ് ഉണ്ട്. അപ്പം അതിന്റേതായ സൈസുള്ളതൊക്കെ ഇവിടെ. പിന്നെ സ്കെയിൽ കൊണ്ടുവരാ, വൈറ്റ്നർ കൊണ്ടുവരിക, പിന്നെ ബാഗ് കേട്ടോ, ബാഗ്, പശ, സെല്ലോ ടേപ്പ്, പറഞ്ഞായിരുന്നു കത്രിക, പിന്നെ ഫയൽ കൊണ്ടുവരാം കേട്ടോ. നമ്മൾ ഒത്തിരി അസൈൻമെന്റ്സ് ഒക്കെ എഴുതാൻ നമുക്ക് ഫയൽ അടിക്കാൻ. റൈറ്റിംഗ് പാഡ്. കൃഷ്ണ അതുകൊണ്ടോ റൈറ്റിംഗ് പാഡ്. പിന്നെ നിങ്ങൾ പഞ്ചിങ് മെഷീൻ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഒത്തിരി എഴുതിയിട്ട് പഞ്ച് ചെയ്ത് ഫയൽ കയറ്റി വെക്കാനുള്ളത് കാരണം പഞ്ചിങ് മെഷീനോട് കൊണ്ടുവരിക. എന്നിട്ട് വേണമെങ്കിൽ പറയാം കേട്ടോ. ബുക്ക്, പേന, പെൻസിൽ, സ്കെച്ച്, മാർക്കർ, സ്റ്റെൻസിൽ, ബോണ്ട് പേപ്പർ, സ്കെയിൽ, ബാഗ്, വൈറ്റ്നർ, ഗം, സെല്ലോ ടേപ്പ്, സിസേഴ്സ്, പഞ്ചിങ് മെഷീൻ, ഫയൽ, റൈറ്റിംഗ് പാഡ്. ഇത്രയും സാധനങ്ങളാണ് പഠനത്തിന് വേണ്ടത്. പഠിക്കണം. യെസ്. സ്റ്റാപ്ലർ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അല്ലാണ്ട് ചിലപ്പോ ഫുഡിന്റെ കാര്യങ്ങൾ ഇപ്പൊ എന്തൊക്കെയാ വേണ്ട വെച്ചാൽ അത് പ്ലേറ്റ് വേണം, പ്ലേറ്റ്, ഗ്ലാസ്, വാട്ടർ ബോട്ടിൽ, ഫ്ലാസ്ക്, ലഞ്ച് ബോക്സ്, നട്ട്സ് ആൻഡ് ഡേറ്റ്സോ. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നവരാണ്. പീനട്ട് ബട്ടർ, ന്യൂട്ടൽ അതൊക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല. ഫ്ലാസ്ക് ഇവിടെ ചൂട് കാലം ഒരുവിധം എക്സാം ഒക്കെ എല്ലാ ബാച്ചിനും വരുന്നത് തണുപ്പ് കാലമാകുമ്പോൾ എക്സാം വരുന്നത്. അപ്പം എക്സാം സമയത്താണ് തണുപ്പ് വരിക. അപ്പൊ നമുക്ക് എന്തായാലും ചൂട് ഫ്ലാസ്കിന്റെ ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾ ഇത് കുപ്പി കൊണ്ടുവരുമ്പോ നല്ല വലിയ സൈസുള്ള കുപ്പി, കുഞ്ഞു സൈസ്, അത് നല്ലതായിരിക്കും. നമ്മൾ എപ്പോഴും പോയി വെള്ളം എടുക്കേണ്ടി വരാനിടയുണ്ടാവും. വെള്ളം കൊണ്ടാണെങ്കിൽ ചെറിയ കുപ്പി, വലിയ കുപ്പി ഉള്ളത് നല്ലതായിരിക്കും. വലിയ കുപ്പികളുള്ളത് വളരെ നല്ലതാണ്. നമ്മൾ എപ്പോഴും വെള്ളം എടുക്കുന്നത് ഒരു ഇവിടെ ഫോട്ടോ വെക്കാം. ഞാൻ ഉദ്ദേശിച്ച വലിയ കുപ്പി സിനിമയുടെ കുപ്പിയുടെ ഫോട്ടോ എടുത്തോളാം. ഇവിടെ ജഗ് അതിപ്പോ റൂമിൽ എങ്ങനെയാ നിങ്ങൾ റൂമിൽ എത്തി അവർ മേടിക്കുന്ന അങ്ങനെയൊക്കെയാണെങ്കിൽ നോക്കാം. നമുക്ക് പേഴ്സണലായി വേണ്ടതാണ് പ്ലേറ്റ്, ഗ്ലാസ്, വാട്ടർ ബോട്ടിൽ, ഫ്ലാസ്ക്, ലഞ്ച് ബോക്സ്, സംഭവങ്ങൾ. ഫുഡ് കഴിക്കാൻ ഇപ്പം ഇപ്പൊ ഈ പറഞ്ഞ നട്ട്സും പീനട്ട് ബട്ടറും ഒക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. പിന്നെ നിങ്ങൾ വരുമല്ലേ, അപ്പൊ എന്തായാലും നമ്മള് വീട്ടുകാർ മേടിച്ചു കഴിഞ്ഞു. പിന്നെ ഈ ഹോസ്റ്റലിലോട്ട് വരുന്നവർക്ക് നിങ്ങൾക്ക് എന്ത് അച്ചാർ വേണമെങ്കിലും കൊണ്ടുവരാം, നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കൊണ്ടുവരാം. അങ്ങനെ യാതൊരുവിധ പ്രശ്നം ഞങ്ങളുടെ ഹോസ്റ്റലിലില്ല. കേട്ടില്ല, ഫുൾ ഫ്രീഡം കിട്ടുന്ന ഒരു ഹോസ്റ്റൽ. താങ്ക് യു മാം ഫോർ പ്രൊവൈഡിങ് ദിസ് തിങ്സ്. ഇനി നമുക്ക് കുറച്ച് ഉറങ്ങാൻ വേണ്ട വസ്തുവകകൾ നമുക്ക് നോക്കാം. ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോസ്റ്റലിൽ വന്നിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങളുടെ ഹോസ്റ്റലിലെ ബെഡിന്റെ സൈസിനനുസരിച്ച്, അല്ല കട്ടിലിന്റെ സൈസിനനുസരിച്ച് ബെഡ് നോക്കി മേടിക്കുക. നാട്ടിൽ നിന്ന് പൊക്കി പിടിച്ചോണ്ട് വരേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് കട്ടിയുള്ള ബെഡ് മേടിക്കണേ, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത് മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെ നമ്മള് പല സമയത്ത് പലരും ഉറങ്ങുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ലൈറ്റ് കാണും. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ കണ്ണിൽ ഇങ്ങനെ മൂടി വെക്കുന്ന ഇവിടെ ഞാൻ സൈഡിൽ പടം കൊടുത്തേക്ക്, അത് മേടിച്ചോണ്ട് കേട്ടോ. ഇവിടെ ഗൈസ് ഇവിടെ ആയിട്ട് ആ പടം കാണിച്ചു തരും. കണ്ണിങ്ങനെ മൂടി കണ്ടി ഉറങ്ങുന്ന സാധനം
ഞാൻ ഇടാറില്ല. കാരണം ഞങ്ങള് എല്ലാരും ഒരു സമയത്ത് ഉറങ്ങും ഞങ്ങളെല്ലാം നല്ല പിള്ളേരാ. അതെ അതെ. അടുത്തത് മരുന്ന്. അപ്പൊ മെഡിസിൻസ് ഒക്കെ വേണ്ടി വരും. എന്താ ഡോളോ വേണ്ടി വരും, പിന്നെ ഓയിൻമെന്റ്സ് ലൈക്ക് ബെറ്റാഡിന്, വോളിനി, പിന്നെ വിക്സ് അങ്ങനത്തെ സംഭവം, ബാം അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ പാഡ് പിന്നെ എല്ലാവർക്കും അറിയാലോ. പിന്നെ ആവി പിടിക്കുന്ന മെഷീൻ ഇല്ലേ, അതൊന്ന് നല്ലതാ. പിന്നെ ഹോട്ട് ബാഗ്, പീരീഡ്സ് ആയിട്ട് വയറുവേദനയൊക്കെയാണ്. ഹോട്ട് ബാഗ്, ആവി പിടിക്കുന്ന മെഷീന്, വിക്സ് ഒക്കെ, ബോളിനിയും. നിങ്ങൾക്ക് ഞാൻ പറയാം, ഈ വയസ്സാകുമ്പോ നടുവേദന തുടങ്ങുക. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എഴുതി സത്യം കൈക്കും കാലിനും തോളത്തും എല്ലാം വേദന. പിന്നെ ബാൻഡേജ് ഇല്ലേ, കുഞ്ഞു കുഞ്ഞു മുറിവൊക്കെ പറ്റി, അല്ലാത്ത ബാൻഡേജ്, കൈ ബാൻഡേജിന്റെ ബാൻഡേജ് അതൊന്നും നല്ലതാണ്. പിന്നെ അതേപോലെ സോക്സ്, ജാക്കറ്റ്സ് ഒക്കെ ഇല്ലേ, നമ്മള് തണുപ്പാകുമ്പോ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എന്തായാലും ബാംഗ്ലൂർ, നിങ്ങൾ കർണാടക പഠിക്കാനാണ് ഭയങ്കര തണുപ്പായിരിക്കും ഇവിടെ. സോക്സും ജാക്കറ്റും, പിന്നെ തല വെക്കുന്ന മറ്റേ സാധനം ഉണ്ടെങ്കിൽ മങ്കി ക്യാപ്പ്, അതത്ര ഉണ്ടെങ്കിൽ എന്തായാലും ജാക്കറ്റ് മസ്റ്റ് ആട്ടോ. പിന്നെ എക്സ്ട്രാ ആക്ച്വലി മങ്കി ക്യാപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ തലയിലൂടെ നമ്മള് ജമ്മു കാശ്മീരൊക്കെ പോകുമ്പോ കാറ്റത്ത് വെക്കത്തില്ലേ, കാറ്റടിക്കായിരിക്കും ആ സാധനം. പിന്നെ നമുക്ക് വേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് സ്റ്റോറേജ് ബാഗ്. അത് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. 100-200 രൂപയ്ക്ക് 3-4 സ്റ്റോറേജ് ബാഗ്. കൃഷ്ണ ഇല്ല ഗൈസ്, ഈ വീഡിയോ കൃഷ്ണയില്ല ഗൈസ്. നമുക്ക് സ്റ്റോറേജ് ബാഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം വെച്ചാൽ നമ്മള് ഓരോ വട്ടം നാട്ടിൽ പോയിട്ട് വരുമ്പോഴും നമുക്ക് സാധനങ്ങൾ കൂടി വരും. അപ്പൊ നമുക്ക് ഓരോ അങ്ങോട്ട് കൂടി അപ്പൊ നമുക്ക് സാധനങ്ങൾ വെക്കാൻ ഇടയില്ലാതെ വരും. അതുകൊണ്ട് സ്റ്റോറേജ് ബാഗ് അത്യാവശ്യമാണ്. ഇത് കാണുന്ന ആരും ഞങ്ങൾ ഭയങ്കര അത് കമന്റ് ചെയ്യരുത്. കാരണം ഇത് കമന്റ് ചെയ്തിട്ട് കാര്യമില്ല ഗൈസ്. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ഡ്രസ് ഒക്കെ ഇപ്പൊ പ്രോഗ്രാം വരുമ്പോ എന്തെങ്കിലും ഫംഗ്ഷന്റെ ഡ്രസ്സ്, സാരി ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. നിങ്ങൾ പരിപാടി വരുമ്പോ പെട്ടെന്ന് നമുക്ക് വീട്ടിലോട്ട് ഹോസ്റ്റലിലോട്ട് വരുന്നവരാണെങ്കിൽ ഒരു അഡീഷണൽ സാരി കരുതുന്നത് എന്തുകൊണ്ട് നല്ല. സാരി മാത്രം കൊണ്ടുവരുന്നത്, പാവാടയും ബ്ലൗസും ഒക്കെ കൊണ്ടുവരും. അടിപ്പാവാട കൊണ്ടുവരണം കേട്ടോ. ബാക്കി എല്ലാം കൊണ്ടുവരണം. പിന്നെ ഹെഡ്സെറ്റ്, ഷിജി ഹെഡ്സെറ്റിനെ പറ്റി ഹെഡ്സെറ്റ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. ബിക്കോസ് എന്റെ ഹെഡ്സെറ്റ് പഠിച്ചു പോയിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം എനിക്ക് പോയിട്ട് നല്ലൊരു ഹെഡ്സെറ്റ് വേണം. കാര്യം നമ്മളെ ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മളെ വിളിക്കുമ്പോഴാണെങ്കിലും നമ്മൾ വീഡിയോ കാണുമ്പോഴാണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം നമുക്ക് ഹെഡ്സെറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഹെഡ്സെറ്റ് അതിപ്പോ വള്ളി ഹെഡ്സെറ്റ് ആവാം, അല്ലെങ്കിൽ മറ്റേ എയർപോർട്ടിലും ആവാം. എന്തായാലും എയർപോർട്ട് ആയിരിക്കും കൂടുതൽ കംഫർട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കിനും വള്ളി മരിച്ചത്. പിന്നെ നിങ്ങൾ രാത്രി സംസാരിക്കുന്നതാണ് വള്ളി ഹെഡ്സെറ്റ് ആയിരിക്കും നല്ലത്. നമ്മൾ ഇങ്ങനെ വായിച്ച് പുള്ളൂടെ സംസാരിക്കാതായിരിക്കും നല്ലത്. ആ ലവർ ഉള്ളവർക്ക് കൃഷ്ണയ്ക്ക് ലവർ ഉണ്ടെങ്കിൽ കൃഷ്ണ സംസാരിക്കും. അടുത്തത് നമ്മള് സ്ലിംഗ് ബാഗ്. അത് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം. എന്നാലും ഞാൻ പറയുവാണ്, സ്ലിംഗ് ബാഗ് ഉണ്ടെങ്കിലെന്നാണ് ഗൈസ്. കൃഷ്ണ അമ്മയോട് എനിക്ക് പറയുന്നത് കൃഷ്ണയ്ക്ക് കഴിയില്ല. സോ ഞങ്ങൾ ഈ വീഡിയോ കൂടെ കൃഷ്ണയ്ക്ക് ചേർക്കാൻ ആലോചിക്കുന്നുണ്ട്. കമന്റ് ചെയ്യുക കൃഷ്ണന് ഇഷ്ടപ്പെട്ടവരായിട്ടില്ല. ഗൈസ് അപ്പൊ സ്ലിംഗ് ബാഗ് കൊണ്ടുവരണം. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇട്ടുകൊണ്ട് നല്ലതായിരിക്കും. സ്ലിംഗ് ബാഗ് അത്യാവശ്യം ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ പറയുക ബൈബിളൊക്കെ കാര്യങ്ങളൊക്കെ. ബൈബിള്, മെഴുകുതിരി ഒക്കെ കൊണ്ടുവരാൻ ഇവിടെ വലിയ സീനൊന്നും ഇല്ല. അതെല്ലാം കൊണ്ടുവരും. ഇപ്പൊ മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടേതായ പ്രാർത്ഥിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ റൂമിലെ ടേബിൾ ഉണ്ടായിരുന്നു. അതിവിടെ വേണമെങ്കിൽ അത് കാണിച്ചു കൊടുക്കാം. ഓക്കെ ഗൈസ്, കാണിച്ചു തരാം. ഗൈസ് ഇതാണ് ഞങ്ങളുടെ റൂമല്ലേ, ഇത് തീർത്ഥയുടെ റൂമാണ്. കണ്ടോ, ഇതുണ്ട് യേശോപ്പച്ചനുണ്ട്. യേശോപ്പച്ചൻ ഇല്ല കേട്ടോ, പക്ഷെ പ്രാർത്ഥിക്കുന്നത് മാതാവുണ്ട്, കൃഷ്ണനുണ്ട്, കൊന്തയുണ്ട്, എവിടെ പൈസ ഉണ്ട് അവർക്ക് പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്. സാമ്പ്രാണിയൊക്കെ ഉണ്ട്, അകത്തുണ്ട് മെഴുകുതിരിയുണ്ട്. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ഹോസ്റ്റൽ. മേലെ ബുദ്ധനുണ്ട്, വചനമുണ്ട്, ഈശോയുടെ ബൈബിൾ. പ്രാർത്ഥിക്കുന്ന എല്ലാ സാധനങ്ങളും ഇത്രേ ഉള്ളൂ. ഇനി ഒന്നുകൂടെ ഞങ്ങൾ എല്ലാം എഴുതി വെച്ച എല്ലാ സാധനങ്ങളും. പിന്നെ നിങ്ങൾ റൂമിൽ വന്നിട്ട് വേറെ ഹോസ്റ്റലിലുള്ള എങ്ങനെ അറിയത്തില്ല, ഈ ഹോസ്റ്റലിലുള്ളവരാണെങ്കിൽ ഇപ്പം കെറ്റിലാണെങ്കിൽ ഇൻഡക്ഷൻ നമ്മുടെ പാത്രങ്ങളൊക്കെ റൂമിൽ വന്നിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് മേടിക്കാം. വേറെ ഹോസ്റ്റലുകാരുടെ എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. അങ്ങനെ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനിയും എല്ലാം കൂടെ ഞങ്ങൾ എഴുതി വെച്ച എല്ലാ സാധനങ്ങളും ഒന്നും വയ്ക്കാം. കാരണം ഞങ്ങളുടെ
പലരുടെ അലപ്പിന്റെ ഇടയ്ക്ക് പലതും നിങ്ങൾ കേട്ടോന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം വായിച്ചു തരാം. അതൊക്കെ ഞാൻ കൃഷ്ണനെ ഉദ്ദേശിച്ച് മാത്രം അത് പറഞ്ഞത്. ഓക്കെ ഗൈസ്, ആദ്യം മുതൽ 1 മുതൽ എത്ര വരെയാണുള്ളത് അതുവരെ വായിക്കാൻ പോകണം. ഉണ്ടാവൂടി ഗൈസ്. വീട്ടിലിടുന്ന, പുറത്തിടുന്ന, അകത്തിടുന്ന എല്ലാ തുണികളും, പിന്നെ ഇന്നർവിയേഴ്സ്, സ്റ്റോള്, ഷോള്, ചെരുപ്പ്, അകത്തിടുന്നതും പുറത്തിടുന്നതും, പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസിലൊക്കെ ഇടാൻ പറ്റിയതും, പിന്നെ പേസ്റ്റ്, ബ്രഷ്, ടങ് ക്ലീനർ, പിന്നെ സോപ്പ്, ബോഡി വാഷ്, ലൂഫ, കപ്പ്, ബക്കറ്റ്, സോപ്പ് പൊടി, തുണി അലക്കുന്ന സോപ്പ്, അലക്കുന്ന സോപ്പ്, ഡെറ്റോൾ, കംഫർട്ട്, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, ഹാങ്ങർ, ക്ലോത്ത് ക്ലിപ്പ്, ഉജാല, വി വാഷ്, ബഡ്സ്, നെയിൽ കട്ടർ, തോർത്ത്, ടർക്കി. ഇതെന്താടി? തുണി ഉരയ്ക്കുന്ന സ്ക്രബ്ബർ, പിന്നെ ബോഡി ലോഷൻ, ലിപ് ബാം, പിന്നെ നിങ്ങളുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ്, മേക്കപ്പ് പ്രോഡക്ട്സ്, ചീപ്പ്, പിന്നെ വേണ്ട ഓർണമെന്റ്സ്, കണ്ണാടി, ജീപ്പ്, സേഫ്റ്റി, പിന്നെ തലേ തേക്കുന്നുണ്ട്, തല തേക്കുന്നുണ്ട. അടുത്തത് ദേഷ്യല്ല കേട്ടോ. അടുത്തത് ബുക്ക്, പേന, പെൻസിൽ, സ്കെച്ച്, മാർക്കർ, സ്റ്റെൻസിൽ, ബോർഡ് പേപ്പർ, സ്കെയിൽ, ബാഗ്, വൈറ്റ്നർ, ഗം, സെല്ലോ ടേപ്പ്, സീസർ, പഞ്ചിങ് മെഷീൻ, ഫയൽ. എന്താ ബാക്കിയല്ല വായിക്കണേ, തീർത്തേ. പ്ലേറ്റ്, ഗ്ലാസ്, വാട്ടർ ബോട്ടിൽ, ഫ്ലാസ്ക്, ലഞ്ച് ബോക്സ്, നട്ട്സ്, ഡേറ്റ്സ്, പീനട്ട് ബട്ടർ, ന്യൂട്ടെല്ല, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, പില്ലോ കവർ, ബെഡ്, പിന്നെ കണ്ണിൽ മറ്റേ അടച്ചു വെക്കുന്ന സാധനം, ആ സ്ലീപ്പ് അല്ല ഐ മാസ്ക്, പിന്നെ മെഡിസിൻസ്, പാഡ്, ആവി പിടിക്കുന്ന മെഷീൻ, ഹോട്ട് ബാഗ്, ബാൻഡേജ്, ജാക്കറ്റ്, സോക്സ്, സ്വെറ്റേഴ്സ്, പിന്നെ സ്റ്റോറേജ് ബാഗ്, ഫംഗ്ഷനിൽ ഇടുന്ന ഡ്രസ്സ്, സാരി, ഹെഡ്സെറ്റ്, സ്ലിംഗ് ബാഗ്സ്, വാൾ ഹോൾഡേഴ്സ്, പിന്നെ പ്രയറിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതൊക്കെ പറഞ്ഞു. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീണ്ടും കയറുന്ന അസുഖം ഉണ്ടെങ്കിൽ മറ്റേ കാലൊരിക്കുന്ന സാധനം മേടിച്ചോണ്ട് വരും. ഫോട്ടോ ഇവിടെ വെച്ചേക്കാം. ആറ് മൂത്താലും ഞാൻ വെക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അത്യാവശ്യം എല്ലാത്തിന്റെ ഫോട്ടോസ് ആയിട്ട് വെച്ചേക്കാം കേട്ടോ. വേണമെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യും. വേണമെങ്കിൽ ഞാൻ ഇതെല്ലാം ഇട്ട് പ്രിന്റ് ചെയ്ത് വെക്കാം. അത് നിങ്ങള് റൂമുകാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്നാക്കിയാന്ന് വെച്ചാൽ മേടിച്ചോളൂ. എല്ലാം കൊണ്ടുവരാം. ഈ ഹോസ്റ്റലിൽ അത് ഒരു റിസ്ട്രിക്ഷൻസും ഇല്ല, ഫോണിനും ഇല്ല. പിന്നെ ഇത് കാണുന്ന വാർഡന്മാർ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരുക. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഞങ്ങളൊന്ന് പൊക്കോട്ടെ. അതെ. പിന്നെ ഗൈസ് ഇത് കണ്ട് വീഡിയോ കണ്ട് വരുന്നവര് നമ്മളെ കാണാൻ പറ്റത്തില്ല. ചിലപ്പോ കാണാൻ പറ്റില്ല. കണ്ട ഓടി വരണം കേട്ടോ. ഈ മുഖങ്ങളൊന്നും മറക്കാൻ പാടില്ല. ഓടി വന്നാ ചേച്ചിമാരെന്ന് പറഞ്ഞു ഉണ്ണി ചേച്ചിമാരെന്ന് പറഞ്ഞ് വരണം കേട്ടോ. ഓക്കെ, ഞങ്ങള് ഗൈസ് നിങ്ങൾ ഒരാൾ എനിക്ക് കമന്റ് ചെയ്തത് എന്നെ പറ്റിയുള്ള വീഡിയോ ചെയ്യുന്ന ഒട്ടനെ ചെയ്തിരുന്നായിരിക്കും. അത് നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ എല്ലാരും പേര് എല്ലാരും പേര് വേണമെങ്കിൽ വെളിപ്പെടുത്താം. പറഞ്ഞ എന്റെ പേര് അനഘ. ഗൈസ് ഇത് അനഘ രാജു, ഇത് മെർലിൻ ടി നെൽസൺ, ഇത് ഷിജിമോൾ ടി ജോബി, അത് ഉണ്ണിമേഘ കെയു, ഇത് സൗവർണിക തീർത്ത്, ഇത് സുപ്രിയ ജെ കൃഷ്ണ ജി. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീഡിയോ. പിന്നെ നിങ്ങൾ കമന്റ് ഓക്കെ. നിങ്ങൾ ഇനി എന്ത് തരത്തിലുള്ള വീഡിയോസ് ആണ് വേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞങ്ങൾ അത് എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഏറ്റവും വലിയ ഡിസ്റ്റർബൻസ് ആയിട്ട് കൃഷ്ണ വീട്ടിൽ ഇങ്ങനെയാണോന്ന് അമ്മ എനിക്ക് എങ്ങനെയാലും മെസ്സേജ് ആയിട്ട് അറിയിക്കുക, ഇങ്ങനെയൊക്കെയാണോ എന്ന്. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മുടെ ഈ കൊച്ചു എന്തൊരു ശല്യമാണ്. വീഡിയോ നടത്തട്ടെ. അപ്പൊ ഗൈസ് പിന്നെ ഇതിൽ എന്തെങ്കിലും സാധനങ്ങൾ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാരും താഴെ വന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പറയണം നിങ്ങളൊക്കെ. ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.